ഗൈസ് ഒറ്റ മൈൻഡില് രാത്രി ഊട്ടിക്ക് പോയല്ലോ. പെട്ടെന്നാണ് ഫ്രണ്ട്സ് വിളിച്ച് ഊട്ടിക്ക് പോകാന്ന് പറഞ്ഞത്. ഗൈസ് പാതിരാത്രിക്ക് ഒരു ട്രിപ്പ് ഊട്ടിക്ക് അൺഎക്സ്പെക്ടഡ്. അപ്പൊ പോയിട്ട് ബാക്കി വിളിച്ചുകളെ കാണാം. പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏകദേശം 8:30 കഴിഞ്ഞിരുന്നു. എന്തായാലും ചെറിയൊരു മഴ ആസ്വദിച്ച് നേരെ വിട്ടു കോയമ്പത്തൂർ ഫ്യൂൽ അടിക്കാന്ന് പറഞ്ഞാൽ നേരെ പോയി കോയമ്പത്തൂർ നിന്ന് ഫ്യൂൽ അടിക്കുമ്പോൾ ഇവിടുത്തെ റേറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക്. വെറും 101 രൂപയാണ് പെട്രോളുള്ളത്. ഫ്യൂൽ അടിച്ച് ഞങ്ങൾക്ക് ഒരാളെ കൂടി പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല. അവിടെ നേരെ മേട്ടുപ്പാളയം വിട്ടു. മേട്ടുപ്പാളയം മുമ്പ് തന്നെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതും ഫീൽ ചെയ്ത് ഞങ്ങൾ നേരെ വിട്ടു. മേട്ടുപ്പാളയത്തിൽ ഒരു ചായയും കൊടുത്ത് കുറച്ച് മിക്സർ വാങ്ങി. അപ്പോഴേക്കും സമയം 12 മണിയായി. അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ വിട്ടത് ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റിൽ ഈ പാസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എങ്കിലും ബാഗ് നന്നായിട്ട് രീതിയിൽ തന്നെ ചെക്ക് ചെയ്ത് വരും. Homely made. No. Just now I had Ellur, do you know? Ellur. Oh, you can taste. No. Just I had. Just now I had. Okay. എന്തിട്ടാ? Okay. Thank you. ആളെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ണിയപ്പം നിർബന്ധിച്ച് കഴിപ്പിച്ചു. എന്നിട്ട് നേരെ വിട്ടു ഹൈറേഞ്ച് കയറാനായിട്ട്. അപ്പത്തേ കാണുന്ന ഊട്ടിക്ക് 21 കിലോമീറ്റർ. ഇപ്പം നമ്മൾ കുന്നൂർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും അത് ആർക്കറിയാൻ പാടില്ലായിരുന്നു. കുറച്ചേരം ഞങ്ങൾ റോഡിൽ നിന്ന് ആലോചിച്ച ശേഷം ഇനി എന്തായാലും രാത്രി ഒന്നും ഊട്ടിയിൽ കാണാനില്ല. ഇനിയുള്ളത് രാവിലത്തെ സൺറൈസ് ആണ്. എന്തായാലും അത് മിസ്സാക്കണമെന്ന് വെച്ചാൽ ഗൂഗിൾ നോക്കി നല്ലൊരു ലൊക്കേഷൻ നോക്കി നേരെ വിട്ടു. ഒരുപാട് ചെറിയ റോഡും കഴിഞ്ഞ് നേരെ എത്തിയത് നല്ല അടിപൊളി വ്യൂവില്. അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു. മാത്രമല്ല നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ ഏകദേശം സമയം 2 മണിയായിട്ടുണ്ടായിരുന്നു. 2 മണി ആയതുകൊണ്ട് വേറെ റൂമൊന്നും എടുക്കാൻ പോയില്ല. എന്തായാലും കാറിൽ തന്നെ കിടക്കാമെന്ന് പ്ലാൻ ചെയ്തു. പുറത്തിറങ്ങി കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കി. പിന്നെ തോന്നി രാത്രി പുലി ഇറങ്ങുന്ന സമയം കൊണ്ട് പുറത്തിറങ്ങി നടക്കണ്ടാന്ന്. നല്ലൊരു അടിപൊളി പ്ലേസ്. പക്ഷെ ഒടുക്കത്തെ തണുപ്പ്, ഒരു രക്ഷയില്ല. എല്ലാവരും തണുത്ത അവസ്ഥയ്ക്ക് ഇവിടെ ആരും ഇല്ല, ഞങ്ങൾ മാത്രം. തണുത്തിട്ടോ പുലിയെ പിടിച്ചിട്ടോ അല്ല. എന്നാലും ഞങ്ങൾ അധികം നേരം പുറത്തൊന്നുമില്ല. നേരെ കാറിനകത്ത് കയറി കിടന്നു.